വളരെ ടേസ്റ്റിയായ ചിക്കൻ പറാട്ടയാണ് ഇന്നത്തെ റെസിപ്പി. ഡിആർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വയ്ക്കുന്നതിനായിട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത് ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ തൈര് അതുകൂടി ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതൊരു 300 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. ഇതൊന്ന് നന്നായി നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലിനി നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ചിക്കനിൽ നിന്ന് തന്നെയുള്ള വെള്ളത്തിൽ അത് വെന്ത് വന്നോളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ആട്ട കുഴച്ചെടുക്കാം. അതിനായിട്ട് വെള്ളം ഒഴിച്ച് എണ്ണയും ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള ആട്ട ഇട്ട് കൊടുത്ത് നമുക്ക് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന രീതിക്ക് തന്നെ കുഴച്ച് വെച്ചാൽ മതി. ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് അല്പം എണ്ണ പുരട്ടി കൊടുക്കാം. അതിനുശേഷം ഇതും ഒരു 20 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ചിക്കൻ എന്തായി എന്നുള്ളത് നോക്കാം. ചിക്കനിൽ നിന്ന് തന്നെയുള്ള വെള്ളം നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി തുറന്ന് വെച്ച് ഇതിൻ്റെ വെള്ളമെല്ലാം നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഷ്രെഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതേ പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകാണ്, വളരെ തിന്നായിട്ട് അരിഞ്ഞെടുത്തതാണ് ഈ പച്ചമുളക്. ഇതെല്ലാം ഒന്നും അധികം മൂത്ത് പോവണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ് പുതിനയില, നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ആട്ട ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് പറാട്ട ചുടാനായിട്ട് തുടങ്ങാം. അതിൽ നിന്ന് നമുക്ക് എത്ര വലുപ്പത്തിലുള്ള പറാട്ടയാണ് ആവശ്യം അതിനനുസരിച്ചുള്ള ആട്ട നമ്മൾ എടുത്തതിന് ശേഷം ഈ രീതിയിൽ ഒന്നുകൂടി ഒന്ന് നന്നായി ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഈ രീതിയിൽ നമുക്കൊരു ചെറിയ കൈ വെച്ച് തന്നെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അല്ല എന്നുണ്ടെങ്കിൽ ചപ്പാത്തി പലകയിൽ ഒന്ന് റോൾ ചെയ്തെടുത്താലും മതി. കൈകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നന്നായി പ്രസ് ചെയ്ത് നമുക്ക് എത്രത്തോളമാണോ ഫില്ലിങ് ആവശ്യം അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ഞാൻ ഒരു 2.5 ടേബിൾ സ്പൂൺ വെച്ച് കൊടുത്തിരുന്നു. ഇനി ഇത് ഈ രീതിയിൽ നമുക്ക് ഒന്ന് പതുക്കെ സൈഡിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന് നമുക്ക് അതൊന്ന് റോൾ ചെയ്തെടുക്കാം.
അല്പം പൊട്ടിപ്പോയിട്ടുണ്ട്, സാരമില്ല, നമ്മുടെ ആട്ട വെച്ചൊന്ന് സീൽ ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ സൈഡൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് അതിൻ്റെ നടുഭാഗത്തേക്ക് നമ്മുടെ ആ ഫില്ലിങ് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ പറാട്ട പൊട്ടിപ്പോവാതെ നമുക്ക് കിട്ടും. ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി അല്പം പൊടി തൂവി കൊടുത്തതിന് ശേഷം നമുക്ക് വളരെ സോഫ്റ്റായിട്ട് നമുക്കൊന്ന് അത് പരത്തിയെടുക്കാം. അധികം ഫോഴ്സ് കൊടുക്കാതെ വേണം നമ്മളിതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. ഞാൻ നന്നായി പരത്തിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തവ ചൂടാക്കാനായിട്ട് വയ്ക്കാം. ചൂടായ തവയിലേക്ക് നമുക്ക് ഈ പറാട്ട ഇട്ട് കൊടുക്കാം. ഒരു വശമായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇനി അല്പം നെയ്യോ അല്ല എന്നുണ്ടെങ്കിൽ എണ്ണയോ ഒന്ന് തൂവി കൊടുക്കാം. എണ്ണ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് മറിച്ചിടാം. നമ്മുടെ ചിക്കൻ പറാട്ട റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. ഒരു പറാട്ട കൂടി ഞാൻ ചെയ്ത് കാണിക്കാം. ഈ രീതിയിൽ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബോളാക്കി എടുക്കാം. ഇനി സൈഡ്സ് ഒന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. രണ്ടാമത്തേതും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അതേ ആദ്യം ചെയ്ത രീതിയിൽ തന്നെ നമുക്ക് ഒരു വശമായി കഴിയുമ്പോൾ തിരിച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. നമ്മുടെ പറാട്ട റെഡി ആയിട്ടുണ്ട്. ഇനി അതെടുത്ത് മാറ്റാം. ഇതിൻ്റെ ഞാനൊന്ന് ഫില്ലിങ് കാണിച്ചു തരാം. അതിൻ്റെ നടുഭാഗം ഒന്ന് പൊട്ടിച്ചെടുത്ത് ഈ രീതിയിൽ നിറയെ ഫില്ലിങ്ങുള്ള നല്ല ടേസ്റ്റിയായ ചിക്കൻ പറാട്ട നമുക്ക് കിട്ടും. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.